ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സിലിട്ടുമാസ്. മൈ ഡിയർ സുഹൃത്തുക്കളെ, ഒരുപാട് നാളായി നിങ്ങൾ ആവശ്യപ്പെടുന്നത് പോലെ തന്നെ ഇന്നൊരു കോമഡി ത്രില്ലറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ഞാൻ തന്നെ സ്വന്തമായി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഇന്റർനെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത സിനിമയാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ വർഷം പുറത്തിറങ്ങിയ ലണ്ടൻ കോളിംഗ് എന്ന അമേരിക്കൻ കോമഡി ത്രില്ലർ ചിത്രമാണ്. ഇതില് ഇന്നലെ പ്രായപൂർത്തിയായ ഒരു പാവപ്പെട്ട ഗുണ്ടുപയ്യനുണ്ട്. അവന്റെ അച്ഛന് ഭയങ്കര നിർബന്ധം അവനൊരു റൗഡിയാക്കി മാറ്റണം. അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മാഫിയ ബിസിനസ് തന്റെ മകന് കൈമാറണം. അതിനുവേണ്ടി ഒരു ബ്രൂട്ടൽ റൗഡിയാക്കി തന്റെ മകനെ മാറ്റണം. സോ പുള്ളി നേരത്തെയുള്ളൊരു വയസ്സായ കണ്ണ് കാണാത്ത ഹിറ്റ്മാന്റെ കൂടെ ഈ മകനെ പറഞ്ഞുവിടുക, ഒരു പരിപൂർണ തെമ്മാടിയാക്കി മാറ്റാൻ. ഈ രണ്ടുപേരും കൂടെ കൂടിക്കാണിക്കുന്ന കോലാഹലമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കിടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ മുഖം മൂടി വെച്ചവർ പോകുന്ന ഒരു ക്ലബിലേക്ക് ചെന്നായയുടെ മുഖം മൂടിയും വെച്ച് ഒരാൾ അകത്ത് കടക്കുന്നു. അയാൾക്കൊരു മെസ്സേജ് ലഭിക്കുന്നുണ്ട്. മൂന്നാമത്തെ ഡോറ് തുറന്നാൽ വലതുഭാഗത്തായി നിനക്ക് വേണ്ട സാധനമുണ്ടെന്ന്. അയാൾ മൂന്നാമത്തെ ഡോറ് തുറക്കും. അതൊരു ബാത്റൂമാ. അതിന് വലതുഭാഗത്തായി വാഷ് ബേസിനുള്ളിൽ നിന്നും പുള്ളിക്കൊരു തോക്കും കൊല്ലാനുള്ള ആളുടെ അടയാള വിവരങ്ങളും ഉണ്ടാവും. പുരുഷൻ 6 അടി പൊക്കം, ബ്രൗൺ ജാക്കറ്റ്, കുതിരയെപ്പോലെ മുഖം മൂടി. അപ്പൊ ഈ വന്നിരിക്കുന്നത് ഒരു മൊട്ട ഹിറ്റ്മാനാണ്. ഇദ്ദേഹമാണ് നമ്മുടെ ഹീറോ. അണ്ണൻ ആക്ഷന് തയ്യാറായി പാർട്ടി നടക്കുന്ന മുറിയിലേക്ക് ചെല്ലുന്നു. എല്ലാവരും മദ്യപിച്ച് പാട്ടും കേട്ട് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുക. അവരുടെ ഇടയിൽ ആ കുതിര മുഖം മൂടി വെച്ചാൽ 2 പെൺകുട്ടികളെ കുലുങ്ങി ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ വന്നിരിക്കുന്ന ചെന്നായി തലയൻ തന്നെ തുറിച്ചു നോക്കുന്നു. അടുത്ത നിമിഷം അവനൊരൊറ്റ ഓട്ടം ആ ക്ലബും വിട്ട് കിച്ചൺ വഴി അവൻ പുറത്തേക്ക് ഓടി. എന്നാൽ മൊട്ടത്തലയനായ കൊലയാളി അവനെ വിടുന്ന ലക്ഷണമില്ല. ഓടിച്ചെന്ന് ഓടാൻ വഴിയില്ലാത്ത ഭാഗത്ത് വെച്ച് അവൻ ആ കുതിരത്തലയനെ പിടിച്ചു. തോക്ക് റെഡിയാക്കി വെടിവെക്കാൻ നിൽക്കുമ്പോൾ കുതിരത്തലയൻ പറയും, ചേട്ടാ, നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല ഞാൻ, എന്നെ വെറുതെ വിടണം, നിങ്ങൾക്ക് ആള് മാറിപ്പോയതാ, ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. ഇത് കേട്ട കൊലയാളി പറയും, ഞാൻ പിടിക്കുന്ന എല്ലാവരും ഇത് തന്നെയാണ് പറയാറ്, അതുകൊണ്ട് മറ്റെന്തെങ്കിലും ശ്രമിച്ചു നോക്ക്, എന്നാലും ഞാൻ നിന്നെ വിടാൻ പോകുന്നില്ല കുതിരി എന്ന് പറയും. അപ്പ കുതിരത്തലൻ പറയാണ്, കുതിരിയോ? സൂക്ഷിച്ചു നോക്കടാ മണ്ട, ഞാൻ കുതിരിയല്ല, ഒരു കഴുതയാണ്, കഴുത. അപ്പൊ കൊലയാളി പറയും, എന്റെ നാട്ടിൽ ഇത് കുതിരയാണെന്ന്. ഇതും പറഞ്ഞ അയാള് 4-5 വെടിവെക്കുന്നുണ്ട്. കഴുതയുടെ തലയെ കൊള്ളുന്നില്ല. അപ്പൊ കഴുത പേടിച്ച് മുഖമൂടി ഊരിയിട്ട് പറയും, മിസ്റ്റർ, നിങ്ങൾക്ക് തെറ്റിപ്പോയി, ഞാൻ ഫ്രെഡിയുടെ വൈഫിന്റെ കസിനാണ്, നിങ്ങൾ കൊല്ലേണ്ട ആളല്ല, മാറിപ്പോയി, നിങ്ങൾക്ക് തെറ്റുപറ്റിയതാ, എന്നെ വെറുതെ വിടുന്നു പറയും. അപ്പൊ ഹീറോ, അതെ, കാണുന്ന എല്ലാവരും ഫ്രെഡിയുടെ കുടുംബക്കാരാ, ഇനി അതും പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട, അനങ്ങാതെ നില്ല്, എനിക്ക് വെടി പൊട്ടുന്നില്ല എന്നും പറഞ്ഞ് അവൻ അനങ്ങാതെ നിർത്തിയിട്ട് തലേ വെടിവെച്ച് കൊന്നുകളയുക. ഇത് കഴിഞ്ഞ് മെല്ലെ അടുത്ത് പോയി നോക്കുമ്പോഴാണ് മനസ്സിലാവുക ശരിക്കും വെടിവെച്ചത് കുതിരേനെയല്ല കഴുതേനെയാണ്. അപ്പോഴാണ് എവിടെയോ തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് ഹീറോയ്ക്ക് ബോധ്യമാവുന്നു. ഒന്നുകൂടെ കാര്യങ്ങൾ റിവൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയുള്ള 2 പെൺകുട്ടികളോടൊപ്പം കളിച്ചുകൊണ്ടിരുന്ന ആളാണ് യഥാർത്ഥ കുതിരത്തലയൻ. ഇപ്പൊ ഹീറോ വെടിവെച്ചിട്ടത് റോങ് ആയ മറ്റൊരു പേഴ്സണെയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഫ്രെഡിയുടെ കുടുംബക്കാരൻ തന്നെയാണ്. എനിക്ക് വലിയ തെറ്റുപറ്റി, ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഓടിപ്പോവാന്നും പറഞ്ഞ് ഹീറോ ഒരൊറ്റ ഓട്ടം വെച്ചു കൊടുക്കും. നേരെ ഇവന് ഈ ജോലി ഏൽപ്പിച്ച ഇവന്റെ സീനിയർ അടുത്തേക്കാണ് പോവുക. സംഭവം, ഈ കൊട്ടേഷൻ കൊടുത്ത ആളുടെ ഭാര്യ കസിനെ തന്നെ ഹീറോ വെടിവെച്ച് കൊന്നു, ആളെ മാറ്റിക്കൊന്നു. ആ കൊട്ടേഷൻ കൊടുത്ത ആളാവട്ടെ ആ നാട്ടിലെ വലിയ ഗ്യാങ്സ്റ്ററാ. പുള്ളിയുടെ കുടുംബക്കാരനെയാണ് ഹീറോ ആളെ മാറിക്കൊന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? കാര്യം അറിഞ്ഞ ഉടനെ ഹീറോയെ തീർക്കാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ വരും. അവരിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് ഹീറോ ഇപ്പൊ ഈ കൂട്ടുകാരനോട് ചോദിക്കുകയാണ്. ഇയാൾ പറയും, ഒരു വഴിയില്ല, നാട് വിട്ട് പൊക്കോന്ന്. അപ്പോഴേക്കും ഹീറോയുടെ തലയ്ക്ക് 10, 100, 1000, 15 ലക്ഷം, $10 ലക്ഷം എങ്ങാണ്ട് അവർ ഓഫർ ചെയ്തു കഴിഞ്ഞു. സോ ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, നാട് വിട്ട് പോകണമെന്ന് പറഞ്ഞ് ഹീറോ പുറപ്പെടുക. ആദ്യമേ മോനൊരു ബൈ പറഞ്ഞിട്ട് പോകാന്ന് വെച്ച് ഹീറോ എക്സ് വൈഫിന്റെ വീട്ടിലേക്ക് ചെല്ലും. അവിടെ പഴയ ഭാര്യയ്ക്കാണെങ്കിൽ ഹീറോയുടെ മുഖം കാണുന്ന ഇഷ്ടമല്ല. ഞാൻ ഒന്നും മോനെ കണ്ട് ബൈ പറഞ്ഞു പോകാന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ പുതിയ കെട്ടിയവൻ വരുന്നുണ്ട്. നിനക്ക് എന്താടാ വേണ്ടെന്ന് ചോദിച്ചിട്ട്, ഞാനൊന്ന് എൻ്റെ മോനെ കണ്ടിട്ട് പൊക്കോളാം, നിങ്ങളെ ശല്യപ്പെടുത്തില്ല എന്നും പറഞ്ഞ് ഹീറോ മോനെ വിളിക്കും. ഒരു തക്കടുമുണ്ട്. അവനോട് ഹീറോ, എനിക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റി മോനെ, അതുകൊണ്ട് ഞാൻ നാട് വിട്ടു പോവാ, ഞാൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വരാം, അതുവരെ നീ ഒരു നല്ല പിള്ളയായിട്ടിരിക്കണം, അമ്മ പറയുന്നത് കേട്ട് അമ്മയ്ക്ക് സംരക്ഷണമാവണം. പിന്നെ ആ പുതിയ തന്ത അയാൾ പറയുന്നത് കേൾക്കണ്ട, അവനൊരു മണ്ടനാ, അവൻ നിന്നെ എന്തെങ്കിലും കുഴപ്പത്തി ചാടിക്കും, അവനെ സ്നേഹിക്കും വേണ്ട, നിനക്ക് അപ്പനായിട്ട് ഞാനുണ്ട്, ഞാൻ തിരികെ വരാം, ഓക്കെ എന്നാ പിന്നെ പോട്ടെ എന്ന് പറയുമ്പോഴേക്കും അമ്മ വന്ന് സമയം കഴിഞ്ഞു, നീ പൊക്കോ എന്ന് പറഞ്ഞ് ഹീറോയെ അവിടെ നിന്ന് ഇറക്കി വിടാം. ഹീറോ ആരും അറിയാതെ വണ്ടി കയറി കള്ളവണ്ടി പിടിച്ച് ഇപ്പൊ ലോസ് ഏഞ്ചൽസിലേക്ക് എത്തിക്കഴിഞ്ഞു. അവിടെ വന്ന് 1 വർഷം ഏതോ ഒരു പുതിയ ബോസിന്റെ കീഴെ
ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കഷണ്ടി ബോസിന്റെ കീഴിൽ. ഹീറോ തന്റെ ലുക്കൊക്കെ മാറ്റി മുട്ടയെന്ന് കുറെ മുടിയൊക്കെ വളർത്തി താടിയും വെച്ചിട്ടുണ്ട്, അടയാളം അറിയാതിരിക്കാൻ വേണ്ടി. ഈ കഷണ്ടി ബോസ് പുതിയൊരു ആളെ തട്ടാനുള്ള ഓർഡർ കൊടുക്കുക. ഹീറോ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് എത്താന്ന് പറയും. ആ സമയത്ത് ഈ ബാൾഡ് ബോസിനൊരു മകനുണ്ട്, ഒരു ഗുണ്ട് പാപ്പി. അവൻ അപ്പൻ ഇത്തിരി തിരക്കിലാണെന്ന് മനസ്സിലാക്കി ഒളിച്ചു വെച്ചിരിക്കുന്ന കോസ്റ്റ്യൂമൊക്കെ എടുത്ത് ബാഗിലാക്കി മെല്ലെ ഞാൻ പഠിക്കാൻ പോവാന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുക. അപ്പൊ ഈ ബാൾഡ് ബോസിന് സംശയം തോന്നിയിട്ട് അയാൾ മോന്റെ ബാഗ് കാണിച്ചു തരാൻ പറയും. മോനപ്പോ പുസ്തകം വായിച്ച് പഠിക്കാന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു ക്രൈം നോവൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ബാൾഡ് ഡാഡി അവൻ പറയുന്നത് സത്യമാണെന്ന് വിചാരിച്ചിട്ട് ശരി പോയി പഠിച്ചോ, പക്ഷേ നിന്റെ കൂട്ടുകാർക്കൊപ്പം നീ ആ റോൾ പ്ലേ നടത്തുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ അവിടെ വന്ന് തുണി ഊരി തല്ലും. ഇനി മേലി കുട്ടികളെ പോലെ കളിക്കരുത്, ഒരാണായിട്ട് മാറാൻ നോക്ക്, അതായിരിക്കും നിനക്ക് നല്ലത്, അല്ലെങ്കിൽ നിനക്ക് ഞാൻ തന്നെ വിഷം വെച്ച് കൊല്ലുമെന്ന് പറഞ്ഞ് അപ്പം ഭീഷണിപ്പെടുത്തുക. മോനൊന്നും മിണ്ടാതെ ഇറങ്ങിപ്പോകുന്നു. അവിടുന്ന് സീൻ കട്ട് ചെയ്താൽ ഹീറോ ഒരു തൊപ്പി വെച്ച സുന്ദരനെ ചെന്ന് കാണുന്നുണ്ട്. അയാളും ഹീറോയെ പോലെ മറ്റൊരു ഹിറ്റ്മാനാണ്, ഇതേ ബോസിന് വേണ്ടി പണി ചെയ്യുന്ന ഹിറ്റ്മാൻ. പുള്ളിയെ തട്ടാനാണ് ഹീറോയെ ആ ബോസ് പറഞ്ഞു വിട്ടിരിക്കുന്നത്. എന്നാൽ പുള്ളിക്ക് അതറിയില്ല. പുതിയൊരു ജോലി ഉണ്ടെന്നും പറഞ്ഞ് ഹീറോ അയാളെ വിളിച്ചോണ്ട് പോകുന്നു. ഈ നേരത്ത് നമ്മുടെ ഗുണ്ടുപാപ്പി അവന്റെ കൂട്ടുകാരോടൊപ്പം കളിക്കാൻ വേണ്ടി പ്ലേ ഗ്രൗണ്ടിലേക്ക് വന്നിരിക്കുക. ഈ സ്ട്രേഞ്ചർ തിങ്സിനെ പോലുള്ള എന്തോ ഒരു ഗെയിമാണത്. അതിനുവേണ്ടി കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യണം. ഇവനൊരു കുറ്റിച്ചെടിയുടെ പുറകെ നിന്ന് പാൻറ് ഊരി മാറ്റിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് ഇതേ ടീമിൽ പെട്ട ഇവന്റെ കൂടെ പഠിക്കുന്ന മറ്റൊരു പെൺകുട്ടി അങ്ങോട്ട് വരുന്നു. അവൾ അറിയാതെ ഇവൻ ഇടിച്ചിടും. പാൻറ് ഇടാത്തോണ്ട് നാണിച്ച് ചെറുക്കൻ എഴുന്നേറ്റിട്ട് വേണമെങ്കിൽ നീയും ഇവിടെ നിന്ന് തുണി മാറ്റിക്കോ, ഇത് നല്ല സൗകര്യമുള്ള സ്ഥലമാണെന്ന് പറയും. അവൾ ചിരിച്ചിട്ട് ഞാനിങ്ങനെ ഓപ്പൺ പ്ലേസിൽ നിന്ന് തുണി മാറ്റില്ല, എനിക്ക് വേറെ സ്ഥലമുണ്ടെന്ന് പറഞ്ഞിട്ട് പോവാണ്. ഈ പെൺകുട്ടിയെ നമ്മുടെ കുട്ടാപ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇവളെ മുന്നിൽ എപ്പോഴും അപമാനിതനാവുക എന്നതാണ് അവന്റെ ശീലം. ഈ സമയത്ത് നമ്മുടെ ഹീറോ ആ മറ്റൊരു ഹിറ്റ്മാനുമായി ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അയാൾ ചോദിക്കും ഇന്ന് ആരെ തട്ടാനാണ് പോണേന്ന്. ഹീറോ പറയും അയാളെ പേരറിയില്ല, കാശുള്ള ഏതൊരു വരുത്തനാണെന്ന്. ഇങ്ങനെ വണ്ടി ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ റോഡിൽ കിടക്കുന്ന ഒരു മരത്തിന് മുകളിൽ ഹീറോ കണ്ണ് കാണാതെ ഇടിച്ചു കയറ്റുന്നുണ്ട്. എന്തായാലും വണ്ടി നിന്നില്ല, മുന്നോട്ട് തന്നെ പോവാണ്. നിനക്ക് കണ്ണ് കാണുന്നില്ലേ? കാണുന്നില്ലെങ്കിൽ ഒരു ഗ്ലാസ് വെക്കണമെന്ന് ആ ഹിറ്റ്മാൻ പറയും. അതിന് ഹീറോ ചൂടാവുക. എനിക്കങ്ങനെ ഗ്ലാസ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതിനു മാത്രം പ്രായമായിട്ടില്ല എന്ന് പറയും. എന്തായാലും ഹീറോവിനെ വിളിച്ചോണ്ട് പോകുന്നതിൽ അവനും സംശയമുണ്ട്. പതിവിലെന്തോ പന്തിയേട് പോലെ. ഹീറോയ്ക്ക് നേരെ കണ്ണും കാണുന്നില്ല എന്ന് അവന് മനസ്സിലായി. സോ ഹീറോയെ പറ്റിച്ച് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് ഇവൻ മെല്ലെ കയ്യിൽ തോക്കെടുക്കുക. എന്നിട്ട് ഹാൻഡ് ബ്രേക്ക് വലിച്ചിടാൻ വേണ്ടി ഹീറോയുടെ കണ്ണ് തെറ്റുന്ന സമയത്ത് അവൻ ഹാൻഡ് ബ്രേക്ക് പിടിയിട്ട് വലിക്കും. പക്ഷെ ഈ പാട്ട കാറിൽ ഹാൻഡ് ബ്രേക്ക് വർക്കാവാതായിട്ട് വർഷങ്ങളായി. സോ അവന്റെ പണി പാളിയെന്ന് മനസ്സിലായ ഉടനെ അവൻ തോക്കൊണ്ട് ഹീറോയെ വെടിവെക്കാൻ നോക്കുക. എന്നാൽ ഹീറോ അവനെ തല്ലിയിട്ട് ആ തോക്ക് തട്ടിപ്പറിക്കും. എന്നിട്ട് ബ്രേക്ക് അമർത്തി വണ്ടി നിർത്തുന്നു. വണ്ടി നിർത്തിയ ഉടനെ ഈ ചെങ്ങായി കാട്ടിലേക്ക് ഓടിപ്പോവും. ഹീറോ വിടുന്നില്ല, പുറകെ ഓടിച്ചെന്ന് അവനെ പിടിക്കുക. ഇനി ആ തോക്ക് വെച്ച് അവനെ തട്ടണം, അത്രയുള്ളൂ പണി. അപ്പൊ ആ ഹിറ്റ്മാൻ പറയും എന്നെ കൊല്ലാതിരുന്ന നമുക്കൊരു ഡീൽ ഉറപ്പിക്കാം, ഒന്നുമല്ലെങ്കിലും നമ്മൾ സുഹൃത്തുക്കളല്ലേ എന്ന്. അതിന് ഹീറോ നമ്മളെപ്പോഴാണ് സുഹൃത്തുക്കളായത്? ഒരു ജോലി ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്, അതല്ലാതെ നീയും ഞാനും തമ്മിൽ ബന്ധമില്ല. എനിക്ക് ഇതിനോട് ദേഷ്യമില്ല, വെറുപ്പില്ല, ഇത് കംപ്ലീറ്റ്ലി പ്രൊഫഷണലാണ്. അപ്പൊ അയാൾ പറയും ആ നാറിയെ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു, ഞാൻ കൂറുമാറിയെന്ന് അയാൾ തെറ്റിദ്ധരിച്ച. എന്തായാലും നീ എന്നെ കൊല്ലാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഞാൻ എന്റെ മകനെ അവസാനമായിട്ടൊന്ന് വിളിച്ചോട്ടെ, നിനക്കും ഫാമിലി സെന്റിമെന്റ്സ് അല്ലേ, ദയവ് ചെയ്ത് അതിന് മാത്രം അനുവദിക്കണം എന്ന് പറയും. അപ്പൊ ഹീറോ എന്നൊരു 30 സെക്കൻഡ് സമയം തരാം, അതിനുള്ളിൽ വിളിച്ച് ബൈ പറഞ്ഞേക്കെന്നും പറഞ്ഞ് അയാളെ കോള് വിളിക്കാൻ അനുവദിക്കും. ഇയാൾ ഉടനെ ഫോൺ എടുത്തിട്ട് ഓ മൈ സൺ, ഞാൻ പെറ്റ മകനെ, ഇനി നമ്മൾ തമ്മിൽ കാണുമെന്നറിയില്ല, അപ്പൻ അവസാനമായിട്ടൊരു വാക്ക് പറയട്ടെ, വാർഡിപ്പോ ലോസ് ഏഞ്ചൽസിലുണ്ട്. അതായത് ഹീറോ ലോസ് ഏഞ്ചൽസിലുണ്ടെന്ന് ഇവൻ മറ്റാരോടോ പറഞ്ഞിരിക്കുകയാണ്. ഇത് കേട്ടുടനെ ഹീറോ അവന്റെ തലയ്ക്ക് ഷൂട്ട് ചെയ്ത് അയാളെ കൊന്നുകളയും. എന്നിട്ട് ഫോൺ എടുത്ത് നോക്കുമ്പോണ്ട് അവൻ ആ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് ഹീറോയെ തേടിക്കൊണ്ടിരിക്കുന്ന ആ പഴയ നാട്ടിലെ ഹീറോയുടെ പഴയ ബോസ്, പ്രധാന വില്ലനെയാണ്, നമ്മുടെ GOTയിലെ ലിറ്റിൽ ഫിംഗർ. അയാളെ ഉറങ്ങാൻ പോകുന്ന തിരക്കിലായിരിക്കും. എന്നാൽ പുള്ളി ഉറങ്ങാതെ എന്റെ കുടുംബത്തിൽ ഒരാളെ തൊട്ടവനെ ഞാൻ വെറുതെ വിടില്ല, ഞാൻ അവനെ കൊന്നുകളയെന്ന് പറഞ്ഞ് പുറപ്പെടുക. അപ്പൊ ഭാര്യ പറയും അയാൾ നിന്റെ കുടുംബക്കാരനല്ല, എന്റെ കസിനാണ്. അത് കേൾക്കുമ്പോൾ ലിറ്റിൽ ഫിംഗർ ആരുടെ കസിനാണെങ്കിലും കസിനാണല്ലോ, കുടുംബമാണ്, ഞാൻ പ്രതികാരം ചെയ്യുന്നും പറഞ്ഞ് ബീഡിയും കത്തിച്ച് പുറപ്പെടുക. ഈ സമയത്ത് നമ്മുടെ കുട്ടാപ്പി അവൻ കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ വേണ്ടി പൂച്ചയുടുപ്പൊക്കെ ഇട്ട് തയ്യാറായിരിക്കുക. അപ്പൊ ഇവന് പ്രധാന വില്ലനായി എതിർ ടീമിൽ ഒരു സുന്ദരനുണ്ട്. അവനാണ് എതിർ ടീമിന്റെ ക്യാപ്റ്റൻ. അവൻ ഇവരെ ടീമിനെയൊക്കെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ കുട്ടാപ്പി പുതിയ വസ്ത്രം ഇട്ട് വന്നിരിക്കുന്ന കണ്ടിട്ട് അതിലെ ഡോഗ് കോളർ അത് അവന് വേണമെന്ന് പറയും. പക്ഷെ കുട്ടാപ്പി സമ്മതിക്കില്ല, എനിക്ക് ആകെയുള്ളത് ഇതാ, ഇത് ഈ വസ്ത്രത്തിനെ ചേരുള്ളൂ എന്ന് പറഞ്ഞ് കൊടുക്കാതിരിക്കുക. അപ്പൊ ആ ചെറുക്കൻ കുട്ടാപ്പിയെ മിരട്ടി നിലത്തിരുന്ന് മുള്ളാൻ പറയും. ഇവൻ ഈ റാഗ് ചെയ്യുന്ന കണ്ടിട്ട് മറ്റേ സുന്ദരി പെൺകുട്ടി അങ്ങോട്ട് വരുന്നുണ്ട്. നീ ഇങ്ങനെ ആൾക്കാരെ റാഗ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ മാറിപ്പോവെണ്ണെന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടി ഉടനെ എന്നാ ഞാൻ കാണിച്ചു തരാം, ഞാൻ അച്ഛനെ ഫോൺ ചെയ്യാൻ പോവാന്ന് പറഞ്ഞ് ഈ ചെറുക്കനെ പേടിപ്പിക്കും. സംഭവം ആ മെലിഞ്ഞ പയ്യനും ഈ പെൺകുട്ടിയും സഹോദരങ്ങളാണ്. സംഭവം ഈ ഗുണ്ടാപ്പിക്കാരനാണ് അവൾ അച്ഛനെ വിളിക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് അവൻ നമ്മുടെ കുട്ടപ്പന്റെ
അവൻ്റെ ടൗസർ ഊരി മൂക്കുപിടിച്ച് പരത്തിയിട്ട് വീട്ടിലേക്ക് പറഞ്ഞോടും. ഈ സമയത്ത് ഹീറോ പണിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് അവൻ്റെ പുതിയ ബോസിനെ വിളിച്ച് ഞാൻ ആ പുള്ളിയെ തീർത്തു കഴിഞ്ഞു, പണം വാങ്ങാൻ വീട്ടിലേക്ക് വരാമെന്ന് പറയും. ശരി വായോ എന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അപ്പോഴായിരിക്കും ഒളിച്ചും പാത്തും കുട്ടപ്പൻ വീട്ടിലേക്ക് വരുന്നത്. അപ്പനെ കാണാനും പാടില്ലല്ലോ. ഇപ്പം നൈസായിട്ട് അകത്തേക്ക് കിടക്കാൻ നോക്കുമ്പോൾ ജട്ടിയോടെ അപ്പം പിടിക്കും. എന്താടാ നീ ഇട്ടുകൊണ്ട് പോയ ട്രൗസർ എവിടെയെന്ന് അപ്പം ചോദിക്കുകയാണ്. മോൻ പറയും ഒരു ബുള്ളി എന്നെ പിടിച്ചിടിച്ചിട്ട് ആ ട്രൗസർ ഊരി വാങ്ങിയെന്ന്. എന്നിട്ട് തിരിച്ചൊന്നും ചെയ്തില്ലെന്ന് ചോദിക്കുമ്പോൾ അവൻ എന്നെക്കാളും നല്ല പൊക്കവും ആരോഗ്യമുണ്ട്, തിരിച്ചിടിക്കാൻ എനിക്ക് പേടിയാന്ന് പറയും കുട്ടപ്പൻ. അപ്പൻ എനിക്ക് വേണ്ടി അവനെ ചോദ്യം ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അപ്പം പറയും നിന്റെ ടീനേജ് പ്രശ്നത്തിലൊന്നും ഞാൻ ഇടപെടില്ല. ഒരു ആൺകുട്ടിയാണെങ്കിൽ അവൻ സ്വന്തം കുഴപ്പങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കണം, മറ്റുള്ളവരെ ആശ്രയിക്കരുത്. പറഞ്ഞു മനസ്സിലായോ? ഇപ്പം മാറിപ്പോന്നും പറഞ്ഞ് അവിടെ നിന്ന് ഓടിച്ചു വിടാം. അത് കഴിയുമ്പോൾ ഹീറോ വന്ന് ഈ പുതിയ ബോസിന്റെ കയ്യിൽ നിന്ന് ചെയ്ത ജോലിക്കുള്ള കൂലി വാങ്ങിക്കുന്നു. അപ്പോഴായിരിക്കും പുതിയ ബോസ് നിനക്ക് വേണ്ടി കുറച്ച് ലെറ്റേഴ്സ് വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് ഹീറോ ഭാര്യയ്ക്ക് അയച്ച ലെറ്റേഴ്സ് എല്ലാം അവൾ തിരിച്ചയച്ചിട്ടുണ്ട്, അതെടുത്ത് കാണിക്കുക. അതിൽ ഭാര്യ ഹീറോയ്ക്ക് ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട്, ഇനി മേലി കത്തയക്കാൻ പാടില്ല, ഞാൻ റിച്ചിനെ കല്യാണം കഴിക്കാൻ പോവാണെന്ന്. അത് കണ്ട ഉടനെ ഹീറോ അപ്സെറ്റ് ആവും. ആ പുതിയ കൂട്ടുകാരനില്ലേ ഭാര്യയുടെ, അയാളെ കല്യാണം കഴിക്കാൻ പോവാത്രേ. ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല, എനിക്ക് തിരിച്ചു പോകണം. തിരിച്ചു പോയാൽ ആ പഴയ ബോസ് എന്നെ കൊന്നുകളയും. എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുമോ? മറ്റേതെങ്കിലും പേരിൽ ലണ്ടനിലേക്ക് കടക്കാൻ വേണ്ടി നിങ്ങൾ എനിക്കൊരു വഴി കാണിച്ചു തരുമോ എന്ന് ഹീറോ ആ പുതിയ മുട്ട ബോസിനോട് ചോദിക്കുക. അപ്പം അയാൾ പറയും എനിക്ക് ആരുമായിട്ടും കോണ്ടാക്റ്റ് ഒന്നുമില്ല, ഒരുപാട് പണച്ചെലവാ, അത്രയും പണമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞ് പുള്ളി എസ്കേപ്പ് ആവാൻ നോക്കുക. പക്ഷെ അപ്പോഴാണ് മകന്റെ കാര്യം ഈ മുട്ട ബോസ് ആലോചിക്കുന്നത്. മകനെ ഒന്ന് നന്നാക്കി എടുക്കാൻ വേണ്ടി ഈ ഹിറ്റ്മാനെ തന്നെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ട് മുട്ട ബോസ് ഹീറോയോട് പറയും ഞാൻ ഈ കാര്യത്തിൽ നിന്നെ സഹായിച്ചാൽ നീ ഒരു കാര്യത്തിൽ എന്നെ സഹായിക്കണം, എന്താണെന്ന് പറഞ്ഞുതരാം. വായൊന്നും പറഞ്ഞ് മുട്ട ബോസ് ഹീറോയെ വിളിച്ചിട്ട് നമ്മുടെ കുട്ടാപ്പിനെ കാണിക്കാൻ കൊണ്ടുപോവാം. അപ്പോൾ കുട്ടാപ്പിയാണെങ്കിൽ ഗുണ്ടുപടം കണ്ടുകൊണ്ടിരിക്കുകയാവും. അവൻ ഈ അപ്പം വരുന്ന കണ്ടിട്ട് പെട്ടെന്ന് സ്ക്രീനിൽ തുണിയിട്ട് മറച്ചു വെക്കുന്നുണ്ട്. അപ്പനാണെങ്കിൽ ഡോറ് തുറന്ന് ഹീറോയെ വിളിച്ചുകൊണ്ട് വന്ന് കുട്ടപ്പനെ കാണിച്ചു കൊടുക്കും. ഇതാണ് എൻ്റെ മകൻ എന്ന് പറഞ്ഞു. കുട്ടപ്പൻ വളരെ ഗൗരവത്തിൽ ഹലോ സാർ, നൈസ് ടു മീറ്റ് യു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ കമ്പ്യൂട്ടറിൽ നിന്ന് എന്നൊക്കെ സൗണ്ട് കേൾക്കാം. എന്താണ് അതിനകത്ത് ഓടിക്കൊണ്ടിരിക്കണമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും അത് പൂച്ചകളുടെ ഒരു ഗെയിമാണ്, പൂച്ചകൾ തമ്മി കടിക്കുന്ന ശബ്ദമാണെന്ന്. അപ്പം സംശയിച്ച് തുണി മാറ്റി നോക്കുമ്പോൾ വലിയൊരു പൂച്ചയും കുഞ്ഞു പൂച്ചയും തമ്മിൽ ചാടി കളിച്ചുകൊണ്ടിരിക്കുന്നു. പുള്ളിക്കാരൻ ദേഷ്യപ്പെട്ട് ഒരു കമ്പി എടുത്ത് ആ കമ്പ്യൂട്ടറെല്ലാം തല്ലിപ്പൊട്ടിക്കും. അത് കഴിഞ്ഞ് ഹീറോയോട് പറയുക ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതെല്ലാം ഈ പാഴ്ജന്ത് കാരണം പരാജയപ്പെട്ടു പോവാണ്, അത് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ വിളിച്ച്, നീ ഒന്ന് ശരിയാക്കി തരണം. അത് കഴിയുമ്പോൾ ഹീറോ പേടിക്കും. ബോസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പല പണിയും ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരു കുട്ടിയെ കൊല്ലാൻ പറയരുത്, എനിക്കത് ബുദ്ധിമുട്ടാണ്. അപ്പൊ ബോസ് നിനക്കെന്താടാ പ്രാന്താണോ? അവൻ എൻ്റെ മകനല്ലേ, ഞാൻ കൊല്ലാനല്ല പറയുന്നത്, കൂടെ പണിയെടുപ്പിക്കാനാ പറയുന്നത്. അവനൊരു ആണായിട്ട് മാറണം, ഈ തൊഴിൽ എന്താണെന്ന് മനസ്സിലാക്കണം, എന്നാലേ എൻ്റെ പാരമ്പര്യം നിലനിന്ന് പോവുള്ളൂ, ഈ കുടുംബ ബിസിനസ് അവനെ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിന്റെ അടുത്ത ഹിറ്റിൽ നീ എൻ്റെ മകനെ വിളിച്ചോണ്ട് പോകണം. ഇതും പറഞ്ഞ് പുള്ളിക്കാരൻ ഹീറോയെയും നമ്മുടെ കുട്ടാപ്പിനെയും വിളിച്ചിരുത്തി പുതിയ പ്രൊജക്റ്റ് അവരുടെ കയ്യിൽ കൊടുക്കുക. ആലിസ്റ്റർ മക്രേ എന്ന് പറഞ്ഞ ഒരു ഇൻവിസിബിൾ ഹിറ്റ്മാൻ ഉണ്ട്. അങ്ങനെ ഒരാളുള്ള കാര്യം ആർക്കും അറിയില്ല. അയാളുടെ യഥാർത്ഥ രൂപവും ഭാവം പോലും ആരും കണ്ടിട്ടില്ല. ജോലി കൊടുത്താൽ കൊല്ലേണ്ട ആൾക്കൊപ്പം 4 പേരെയും കൂടി എക്സ്ട്രാ കൊന്നുകളെ ഡിസ്കൗണ്ട് ആയിട്ട്. അങ്ങനെ ഒരു പ്രത്യേകതരം സൈക്കോ ആണ് അയാൾ. ആർക്കും അയാളെ പിടിക്കാൻ പറ്റിയിട്ടില്ല. എല്ലാവർക്കും അയാളെ പേടിയായിരുന്നു കുറേ കാലം. പക്ഷെ ഇപ്പോൾ അയാൾക്ക് മാനസിക രോഗം പിടിപെട്ട് മാനസികാരോഗ്യ കേന്ദ്രത്തിലായിരുന്നു. ആ സമയത്ത് ദൈവിക പാതയിൽ ഇനി സഞ്ചരിക്കുമെന്നും പറഞ്ഞ് താൻ ചെയ്ത കുറ്റങ്ങളെല്ലാം പോലീസുകാരോട് ഏറ്റുപറയുകയുണ്ടായി. എന്നാൽ പോലീസുകാർ പരിശോധിക്കുമ്പോൾ തെളിവൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് പോലീസുകാർ വീണ്ടും അയാളെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇനി എന്തെങ്കിലും തെളിവുകൾ കിട്ടുകയാണെങ്കിൽ ഞാനും കൊടുങ്ങും. കാരണം എൻ്റെ പല ജോലികളും ഞാൻ അയാളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പിടിക്കപ്പെടാതിരിക്കണമെങ്കിൽ നീ ആ മെന്റലെ കൊന്നുകളയണം. ഇത് കേട്ട ഉടനെ ഹീറോ ഒരു പ്രാന്തനെ എങ്ങനെ ഞാൻ കൊല്ലുക? അത് വലിയ പാപമല്ലേ? വേണമെങ്കിൽ കയ്യും കാലം ഒടിച്ചിടാം, പോലീസിനെ കാണാതിരിക്കട്ടെ. അത് കേൾക്കുമ്പോൾ മുട്ടബോസ് പറയും നീ ഇത്രയും കാലം കൊന്നത് ഇതിനെക്കാട്ടിലും പാവങ്ങളായിരുന്നു, എന്നിട്ട് ഇയാളെ കൊല്ലാനാണോ നിനക്ക് മടി? പറഞ്ഞ ജോലി ചെയ്താൽ മതി. നിനക്ക് ആലിസ്റ്ററിനെ പിടിക്കണമെങ്കിൽ നീ ആദ്യം അവന്റെ സഹോദരനെ പിടിക്കണം. അവനും ഒരു നാറിയാണ്, എനിക്കെതിരെ അവനും പണിയുന്നുണ്ട്. അതുകൊണ്ട് ഈ 2 പേരെയും നിങ്ങൾ കൊന്നിട്ട് വരാം. ആ സഹോദരൻ എവിടെയാണ് കണ്ടുമുട്ടുക എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഈ മുട്ട ബോസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മുടെ കുട്ടാപ്പിയാണെങ്കിൽ അപ്പം പറഞ്ഞു തരുന്ന എല്ലാം തന്നെ പുസ്തകത്തിൽ നോട്ടായിട്ട് എഴുതിയെടുക്കും, ഒറ്റയ്ക്കിരുന്ന് വായിച്ചു പഠിക്കാൻ. അപ്പൊ ഹീറോ ചോദിക്കുകയാണ് നീ ഇത് പോലീസിന് കൊടുക്കാൻ പോവാണോ എന്ന്. അത് കേൾക്കുമ്പം ഇല്ല, ഒരു ഓർമ്മയ്ക്ക് എഴുതി വെച്ചാന്നും പറഞ്ഞ് അവനത് ചുരുട്ടി വലിച്ചെറിയും. ഈ മിഷനെല്ലാം കയ്യിൽ കിട്ടി അവിടെ നിന്ന് പുറപ്പെടാൻ നേരം ഹീറോ മുട്ടബോസിനോട് പറയാണ് തന്റെ മകനെ കൊണ്ടുപോയാൽ ഒരുപക്ഷെ അവൻ കാരണം ഞാൻ ചാവും, അല്ലെങ്കിൽ അവൻ കൊല്ലപ്പെടും. താനിത് വല്ലതും ഓർക്കുന്നുണ്ടോ? അവന് 13-14 വയസ്സല്ലേ കാണുള്ളൂ. അത് കേട്ട് മുട്ടബോസ് പറയും അവന് 18 വയസ്സ് തികഞ്ഞിട്ട് 4 മാസമായി. എന്നാലും ആ പ്രാന്തം നന്നായിട്ടില്ല. അവൻ ചത്തുപോയാലും കുഴപ്പമില്ല, ഉയിരോടെ വരികയാണെങ്കിൽ ഒരാണായിട്ട് കൊണ്ടുവന്നാൽ മതി. നിങ്ങളവരെ കൊന്നതിന്റെ ഫോട്ടോ എനിക്ക് ആദ്യം കാണണം, അത് അയച്ചിട്ട് നീ അവനെ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ മതി, മനസ്സിലായല്ലോ എന്ന് പറയും. ഹീറോ ശരിയെന്ന് പറഞ്ഞ് പുറപ്പെടുന്നുണ്ട്. മുട്ടബോസ് മകനെയും ചീത്ത പറയും, ഇതാണ് ഞാൻ നിനക്ക് തരുന്ന അവസാന ചാൻസ്. ഈ ജോലി നീ വൃത്തിയായിട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ഈ വീട്ടിൽ നിനക്ക് സ്ഥാനമില്ല, റോഡിൽ വെച്ച് ഞാൻ തന്നെ കൊന്നുകളയെന്നും പറഞ്ഞിട്ട് അപ്പം തിരികെ വീട്ടിലേക്ക് കയറി
കയറിപ്പോകുന്നു. അത് കഴിയുമ്പോൾ ഹീറോ കുട്ടാപ്പിനെയും വിളിച്ച് അവന്റെ കാറി കയറ്റി കൊണ്ടുവന്ന് നിൽക്കുക. അപ്പോൾ കുട്ടപ്പന്റെ കയ്യിൽ ഒരു ബാഗുണ്ട്. അത് കാറിനകത്ത് വെക്കേണ്ട, ഡിക്കി കൊണ്ടുപോയി വെക്കുമെന്നും പറയുമ്പോൾ ഇവൻ ചെന്ന് ആ ബാഗ് ഡിക്കിക്കകത്ത് കയറ്റാൻ നോക്കും, നടക്കില്ല. അതിനകത്ത് ഓൾറെഡി ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോഴായിരിക്കും ആ സുന്ദരി പെണ്ണ് ആ വഴി വരുന്നത്. അവൾ വന്നിട്ട് അവളുടെ ചേട്ടൻ ഇവന്റെ മൂക്കിടിച്ച് പരത്തതിന് സോറി പറയാ. ഇനി നീ കളിക്കാൻ വരില്ലെന്ന് ചോദിക്കുമ്പോൾ കുട്ടാപ്പി പറയും, ഇനി എനിക്ക് കളിക്കാൻ വരാൻ പറ്റുമെന്ന് സംശയ, എന്റെ അച്ഛൻ പോകണ്ടെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ തിരക്ക് പിടിച്ച് മറ്റൊരു ജോലിക്ക് പോവാം, പിന്നെ കാണാമെന്ന് പറഞ്ഞ് അവളോട് ബായും പറഞ്ഞ് പുറപ്പെടും. അപ്പൊ ഈ ബാഗ് ഡിക്കി വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവൻ ഡിക്കിയിലുണ്ടായിരുന്ന മറ്റൊരു ബാഗ് എടുത്ത് പുറത്തിട്ടിട്ട് ഇവന്റെ ബാഗ് നൈസായിട്ട് വണ്ടിക്കകത്ത് കയറ്റി വയ്ക്കുക. അത് കഴിയുമ്പോൾ കാറ് പുറപ്പെട്ടു. ആദ്യം ഈ കുട്ടപ്പൻ ചാവാതിരിക്കണമെങ്കിൽ അവന് ഷൂട്ടിംഗ് എങ്കിലും പഠിപ്പിക്കണ്ടേ, അറ്റ്ലീസ്റ്റ് അതെങ്കിലും അവൻ അറിയണമെന്ന് പറഞ്ഞിട്ട് ഒരാളില്ലാ കാടിന്റെ മൂലയ്ക്ക് വണ്ടി നിർത്തി ഹീറോ അവന് തോക്ക് പ്രാക്ടീസ് ചെയ്യാൻ കൊടുക്കുക. 4 കുപ്പികൾ നിരത്തി വെച്ച് അവന് ഷൂട്ട് ചെയ്യാൻ പഠിപ്പിക്കും. അതിൽ ആദ്യം ഹീറോ ഷൂട്ട് ചെയ്യുമ്പോൾ അവന് കണ്ണ് കാണുന്നുണ്ടാവില്ല, ഒരു ഉണ്ടയും പെടത്തില്ല. വെയിൽ ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് തണലായിരുന്നെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോ തോക്ക് അവന് കൈമാറി കൊടുക്കും. എന്നിട്ട് കറക്റ്റ് പോസിൽ നിന്നൊക്കെ ഷൂട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷെ തോക്ക് കൊടുത്ത ഉടനെ അവൻ അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്ത് കുപ്പിയെല്ലാം പൊട്ടിച്ചളി. ഇത് കാണുമ്പോൾ ഹീറോ, നീ എന്താണ് എന്നെ പറ്റിക്കാൻ നോക്കുകയാണോ, നീ ഇതിനു മുന്നേ എത്ര പേരെ കൊന്നിട്ടുണ്ടെന്ന് ചോദിക്കും. അപ്പൊ കുട്ടാപ്പി പറയാണ്, ഞാൻ ഇതുവരെ വെടിവെച്ചിട്ടില്ല, പക്ഷെ ഓൾറെഡി കമ്പ്യൂട്ടറിൽ കുറെ വെടിവെച്ചിട്ടുണ്ട്, അതിന്റെ എക്സ്പീരിയൻസ് ആണെന്ന് പറയും. അത് കേൾക്കുമ്പോൾ ഹീറോ, ഞാനത് കണ്ടതായിരുന്നു എന്നും പറഞ്ഞ് തിരിഞ്ഞു നടക്കുകയാണ്. അങ്ങനെ അവര് ഏതോ ഒരു ഹോട്ടലിന് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പൊ സമയം വൈകുന്നേരമായി. ഇവർക്ക് തട്ടാനുള്ള ആൾക്കാരുടെ അടുത്തേക്ക് എത്തണമെങ്കിൽ ആദ്യം അവരുടെ അടിയാൾക്കാരെ പിടിക്കണം. അതിൽ ഒരുത്തന്റെ അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. അവനെ പിടിക്കാൻ വേണ്ടി ഹീറോ കുട്ടാപ്പിനെയും വിളിച്ച് അവന്റെ കയ്യിലൊരു തോക്കും കൊടുത്തിട്ട് ആ അടിക്കാരന്റെ മുറിക്ക് മുന്നിൽ ചെന്ന്, സാറേ കൺഗ്രാജുലേഷൻ സാർ, നിങ്ങൾ ഞങ്ങളുടെ കൂപ്പൺ വിജയിച്ചിരിക്കുന്നു, നിങ്ങൾക്കൊരു ബോട്ടിൽ ബ്രാൻഡി ഫ്രീ ആയിട്ട് തരുന്നതാണ്, ഡോറ് തുറക്കൂന്ന് പറയും. ഇത് കേട്ട അടിക്കാരൻ ഈ ഹോട്ടലുകാരായിരിക്കും വിളിക്കണേന്ന് വിചാരിച്ചിട്ട് ഡോറ് തുറക്കുക. ഉടനെ ഹീറോ തോക്ക് ചൂണ്ടി അവൻ അകത്തേക്ക് കയറ്റി ബെഡ് ഇരുത്തിയിട്ട് സീമസ് എവിടെയാണെന്ന് ചോദിക്കും. അതായത് അലിസ്റ്റാറിന്റെ സഹോദരൻ. അതിന് അടിക്കാരൻ പറയും, എനിക്ക് അയാൾ എവിടെയാണെന്ന് അറിയില്ല, ഞാൻ കുറച്ചാളായിട്ട് ഈ ഹോട്ടലിൽ താമസിച്ചുകൊണ്ടിരിക്കുക, അയാളുമായിട്ട് ഒരു ബന്ധമില്ലെന്ന്. അപ്പൊ ഹീറോ നമ്മുടെ കുട്ടപ്പന്റെ അടുത്ത് ഇവൻ ഇങ്ങനെ ചോദിച്ചാൽ മറുപടി പറയില്ല, ഇവന് നമ്മുടെ സ്വഭാവം കാണിച്ചു കൊടുക്കണം, നീ 3 വരെ എണ്ണ്, ഞാൻ ഇവന്റെ തലേ ഷൂട്ട് ചെയ്യാന്നും പറഞ്ഞിട്ട് ഹീറോ റെഡി ആവുക. ആ 3 വരെ എണ്ണുന്നതിൽ തന്നെ ഇവർ എണ്ണം തെറ്റിക്കുന്നുണ്ട്. ഇനി എണ്ണീട്ട് കാര്യമില്ല എന്നും പറഞ്ഞ് ഹീറോ അവന്റെ നെറ്റിപ്പൊട്ടി തോക്ക് വെച്ചിട്ട് സത്യം പറഞ്ഞു, ഇല്ലെങ്കിൽ കൊന്നുകളയെന്ന് പറയും. അപ്പൊ അടിക്കാരൻ, സീമസ് ഇന്ന് വൈകിട്ട് 2 റഷ്യൻ ബയേഴ്സിനെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്, അത് മാത്രമേ എനിക്കറിയുള്ളൂ, മറ്റൊന്നും അറിയില്ല എന്ന് പറയും. ഇപ്പൊ ഹീറോ പഴയൊരു തരംഗ് ഫോൺ കൊടുത്തിട്ട് ആ ഫോണിനകത്ത് ഈ അഡ്രസ്സ് ടൈപ്പ് ചെയ്യാൻ പറയും. അപ്പൊ അയാളാണെങ്കിൽ താനിത് എവിടുന്ന് കുഴിച്ചു കൊണ്ടുവന്നാടോ, ഇത് ഇറങ്ങിയിട്ട് 30 കൊല്ലം കഴിഞ്ഞല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഹീറോ 500 രൂപയ്ക്ക് താഴെ ഈ മൊബൈലുകളിലെ കടയിൽ കിട്ടാനുള്ളൂ, നീ കൂടുതൽ ചോദിക്കേണ്ട, പറഞ്ഞ അഡ്രസ്സ് ടൈപ്പ് ചെയ്യാൻ പറയും. അയാൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അത് കഴിയുമ്പോൾ ഇവനെ നമുക്ക് കെട്ടിവെക്കാം, ഇനി ഇവൻ ആരോടും ശബ്ദിക്കരുത്, എന്റെ ബാഗ് എടുക്കുന്നും പറഞ്ഞ് ഹീറോ അവന്റെ ബാഗ് എടുക്കാൻ പറയും. പക്ഷെ ബാഗ് എടുത്ത് നോക്കുമ്പോണ്ട് അതിനകത്ത് കെട്ടാനുള്ളതും വെട്ടാനുള്ളതുമായിട്ടുള്ള ഒരു ഉപകരണവുമില്ല. കുറെ പഴയ ഷെഡിയും ട്രൗസറുകളൊക്കെ ഉള്ളൂ. എന്റെ സാധനങ്ങളൊക്കെ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ കുട്ടാപ്പി പറയും, ഇതെന്റെ ബാഗാ, നിങ്ങളെ ബാഗ് ഞാൻ കണ്ടിട്ടേ ഇല്ലെന്ന്. ഇവര് തമ്മിൽ ബാഗിനെ ചൊല്ലി വഴക്കടിക്കുമ്പോൾ മറ്റേ അടിക്കാരൻ ഫോൺ എടുത്ത് ഹീറോയുടെ മണ്ടയ്ക്ക് ഒറ്റ കുത്ത്. ഹീറോ ബോധം കെട്ട് വീണു. ഇത് കണ്ട കുട്ടപ്പൻ ബാത്റൂമിനകത്തേക്ക് ഓടിക്കയറും. ഇയാൾ കുട്ടാപ്പിനെ പിടിക്കാൻ വേണ്ടി പോവാ. അവൻ പേപ്പർ റോൾ എടുത്ത് ഈ വില്ലന്റെ പുറത്തേക്ക് എറിയുന്നുണ്ട്. എന്ത് വിചാരിച്ചിട്ടാണാവോ, സോപ്പ് എടുത്ത് കണ്ണീക്കെറിയും. ഭാഗ്യം അതുമാത്രം കൊണ്ടു. ആ അടിക്കാരൻ തോക്കെടുക്കാൻ നേരം ഭാഗ്യത്തിന് ഹീറോ ചാടി വീണ് അവനെ കക്കൂസിലേക്ക് പിടിച്ചിടിച്ച് അവന്റെ മുഖം പൂഴ്ത്ത. എന്നിട്ട് അവന്റെ കയ്യിലെ തോക്ക് എവിടെയാണോ തെറിച്ചു പോയത് അത് കണ്ടുപിടിക്കാൻ പറയാണ് കുട്ടാപ്പിയോട്. അവനത് കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴേക്കും ഈ അടിക്കാരൻ മരണപ്പെട്ട് കഴിഞ്ഞു. ഇനി ആ ബോഡി അവിടെ കിടത്താൻ പാടില്ല, നമുക്ക് പണിയിട്ടും. ഈ ബോഡി കൊണ്ടുപോകണമെന്നും പറഞ്ഞ് ഇവരൊരു വീൽ ചെയറിൽ ഇരുത്തിയിട്ട് ആ ബോഡി കുടിച്ച ആള് ഫ്ലാറ്റ് ആയതുപോലെ അവിടെ നിന്ന് എടുത്ത് മാറ്റുക. എന്നിട്ട് കാട്ടി കൊണ്ടുപോയി കുഴിച്ചിടും. ഫ്രെയിമൊക്കെ നല്ല രസമുണ്ട്, പക്ഷെ ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും അവൻ ആ വില്ലൻ ലുക്ക് വരുന്നില്ല, പാവം ചെക്കൻ. ഈ സമയത്ത് നമ്മുടെ ലിറ്റിൽ ഫിംഗർ ലോസ് ഏഞ്ചൽസിലേക്ക് വന്ന് മൊട്ട ബോസിന്റെ വീട്ടിൽ തന്നെ എത്തി. പുള്ളി മൊട്ട ബോസിനെ കണ്ട് ഹീറോയെ കുറിച്ചുള്ള വിവരങ്ങൾ പറയാൻ പറയും. അപ്പൊ മൊട്ട ബോസ് ആണെങ്കിൽ അങ്ങനെ ഒരാളെ പരിചയമേ ഇല്ല, കണ്ടിട്ടേ ഇല്ല എന്നാണ് പറയാം. ഉടനെ ലിറ്റിൽ ഫിംഗർ വലിയൊരു ചെക്ക് എഴുതി കൊടുത്തിട്ട്, ഞാൻ ഈ നാട്ടിലും കൂടെ ബിസിനസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്, ഹീറോയെ കാണിച്ചു തരികയാണെങ്കിൽ ആ ബിസിനസ്സിൽ നിങ്ങളെ പാർട്ട്ണർ ആക്കാമെന്നും പറഞ്ഞ് വലിയൊരു അമൗണ്ട് എഴുതി കൊടുക്കും. ആ അമൗണ്ടിന്റെ വലുപ്പം കാണുമ്പോൾ മുട്ടയുടെ സ്വഭാവം മാറുന്നുണ്ട്. പിന്നീട് എന്താ സംഭവിക്കാന്നറിയില്ല. ഇപ്പൊ എന്തായാലും നമ്മുടെ ഹീറോ ആൻഡ് കുട്ടാപ്പി അവരടുത്തേക്കാണ് അടുത്ത സീൻ പോകുന്നത്. രണ്ടുപേരും ആദ്യ ജോലി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് കുട്ടാപ്പി ചോദിക്കും, നിങ്ങൾക്ക് കുടുംബവും കുട്ടിയൊന്നുമില്ല എന്ന്. ഹീറോ പറയും, അങ്ങനെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്, അതുകൊണ്ടാണ് കൊലയാളിയായിട്ട് മാറിയത്. കള്ളമാണ് പറയുന്നത്. ഇത് കഴിഞ്ഞ് കുട്ടാപ്പിയോട് ചോദിക്കുക, നീ എന്താ ഇങ്ങനെ ഒരു സാധു ആയെന്ന്. കുട്ടാപ്പി പറയും, അവന്റെ അമ്മ ചെറുപ്പത്തിൽ തന്നെ ആക്സിഡന്റിൽപ്പെട്ട് മരിച്ചുപോയി. ഇപ്പൊ അപ്പന്റെ കൂടെയുള്ളത് ഒരു റഷ്യൻ കോൾ ഗേളാ. അമ്മ മരിച്ചു കഴിഞ്ഞതിൽ പിന്നെ അപ്പൻ എന്ത് അബദ്ധം പറ്റിയാലും അതിനെല്ലാം കാരണം ഞാനാണെന്നും പറഞ്ഞ് എനിക്ക് മണ്ടം പട്ടവും തന്ന് എല്ലാ സമയത്തും എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും.
വിചാരിക്കുക. എനിക്ക് ഈ തൊഴിലിനോട് താല്പര്യമൊന്നുമില്ല, പക്ഷെ എന്നാലും എൻ്റെ അച്ഛന് വേണ്ടി ഈ തൊഴിലെടുക്കാൻ ഞാൻ തയ്യാറാവുകയാണ്. അപ്പൊ ഹീറോ ചോദിക്കും, നിനക്ക് ഈ ദുരിതത്തിന്റെ ഇടയിലും ഒരു സുഖമായിട്ട് ആ പെൺകുട്ടി ഉണ്ടല്ലോ. അതിന് കുട്ടാപ്പി പറയാ, ആ പെൺകുട്ടി എൻ്റെ ഗേൾഫ്രണ്ടൊന്നുമല്ല, എന്നെ ഇടിക്കുന്നവന്റെ അനിയത്തിയാ, എനിക്ക് അവളോട് എന്തെങ്കിലും ചോദിക്കാൻ തന്നെ പേടിയാണെന്ന്. അത് കേൾക്കുമ്പോൾ ഹീറോ, അങ്ങനെ പേടിച്ചാൽ ആൺകുട്ടി ആവില്ല, ചേട്ടനിട്ടൊരു കുത്തു കൊടുത്തിട്ട് അനിയത്തിയോട് ഐ ലവ് യു പറയണം. എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പഠിപ്പിക്കാം, എന്റെ കൂടെ വായൊന്നും പറഞ്ഞ് വിളിച്ചോണ്ട് പോയി ഈ ബാറിന് മുന്നേ വെച്ചിട്ട് ഞാൻ പുതിയൊരു ടെക്നിക്ക് പറഞ്ഞുതരാം, അത് മാത്രം പഠിച്ചാൽ മതി. അതൊരു സുരക്ഷ കലയാണ്, ബാക്കിയുള്ളവർ പലതും പഠിപ്പിക്കുമെങ്കിലും എന്റെ മെയിൻ ഐറ്റം ഇതാ. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആരെങ്കിലും അടുത്ത് ഉപദ്രവിക്കാൻ വന്നാൽ 2 വിരലുകൾ നീട്ടി അവരുടെ കണ്ണിലേക്ക് ഒരൊറ്റ കുത്ത്. അത്രയേ ഉള്ളൂ, പണി തീർന്നു. എന്നാൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വരുവാണ്, എന്റെ കണ്ണി കുത്തെന്നും പറഞ്ഞ് ഹീറോ മുന്നിൽ ചെന്ന് നിൽക്കും. ഇവനൊരൊറ്റ കുത്ത. അത് ഹീറോ പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാനും പറ്റില്ല, എന്റെ ഐഡിയ ആയി പോയില്ലേ. അതുകൊണ്ട് വേദനയ്ക്ക് കുറച്ചു നേരം കരഞ്ഞിട്ട് ഹീറോ, കുഴപ്പമൊന്നുമില്ല, ഒന്നുകൂടെ ശ്രമിക്കുക, കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് കണ്ണി കുത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് വീണ്ടും മുന്നേ ചെന്ന് നിൽക്കും. അവൻ വീണ്ടും ഒരൊറ്റ കുത്ത്. പിന്നെ ഹീറോയ്ക്ക് കണ്ണ് കാണുന്നുണ്ടാവില്ല. ഇനി മതി, ഇനി ഇന്ന് രാത്രി കുത്തു കൊള്ളാനുള്ള ആരോഗ്യം എന്റെ കണ്ണിനില്ല, നമുക്ക് പോവാന്നും പറഞ്ഞ് ഹീറോ അവനെയും വിളിച്ചിട്ട് ഈ സീമസ് എന്ന് പറയുന്ന ആളെ കാണാൻ വരിക. ഇന്ന് രാത്രി അയാൾ 2 റഷ്യക്കാരെ, ഡ്രഗ് വാങ്ങിക്കുന്ന റഷ്യക്കാരെ കാണാമെന്ന് പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ട് നമ്മൾ റഷ്യക്കാരായിട്ട് അഭിനയിക്കണം എന്ന് പറഞ്ഞ് ഹീറോ കുട്ടാപ്പിനെയും വിളിച്ചുകൊണ്ട് വന്ന് റഷ്യനിൽ ഐ ആം ബോറിസ്, ഇതെന്റെ കൂടെ വന്നിരിക്കുന്ന മറ്റൊരു ഏജന്റ്. അപ്പൊ കുട്ടാപ്പിയും കൈവക്കിയിട്ട് പറയും ഐ ആം ബോറിസ് എന്ന്. അത് കേട്ട് അവർ ചോദിക്കും, നിങ്ങൾ 2 പേരും ബോറിസ് ആണോ? അതിന് ഹീറോ, ഞാൻ വലിയ ബോറിസ്, ഇത് വികലാംഗം ബോറിസ് എന്ന് പറയും. അവർ ആ സീമസിന്റെ അടിക്കാരാണ്. ഉടനെ സീമസ് അവരെ വിളിക്കുന്നു. അവർ ഫോൺ ഹീറോയുടെ കയ്യിൽ കൊടുക്കും. ഈ റഷ്യക്കാർ വരാമെന്ന് പറഞ്ഞ സമയത്തെക്കാട്ടിലും നേരത്തെയാണ് ഇവർ വന്നിട്ടുള്ളത്. അതുകൊണ്ട് സീമസിന് സംശയമുണ്ട്. സീമസ് ചോദിക്കുകയാണ്, നിങ്ങൾ ശരിക്കും റഷ്യക്കാരാണോ? ഹീറോ പറയും, അതെ, ഞങ്ങൾ ശരിക്കും റഷ്യക്കാരാ, ഞങ്ങൾക്ക് ഇംഗ്ലീഷ് നേരെ പറയാൻ അറിയില്ല, നിങ്ങൾ വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോ, ഇംഗ്ലീഷിൽ 26 അക്ഷരത്തിൽ ഞങ്ങൾക്ക് 18 മാത്രമേ അറിയുള്ളൂ. അത് കേട്ട സീമസ് ചോദിക്കും, എന്നാ പിന്നെ ഒരു റഷ്യൻ ഓതറുടെ പേര് പറയാൻ, റഷ്യൻ എഴുത്തുകാരൻ്റെ പേര്. അത് ഹീറോയ്ക്ക് അറിയില്ല. നമ്മുടെ കുട്ടാപ്പി പറഞ്ഞു കൊടുക്കുകയാണ് ടോൾസ്റ്റോയ് എന്ന്. എവിടെയോ ഞാനും ആ പേര് കേട്ടിട്ടുണ്ട്. ഉടനെ ഹീറോ പറയും ടോയ് സ്റ്റോറി എന്ന്. ടോയ് സ്റ്റോറി, അങ്ങനത്തെ ഒരു പേര് ഞാൻ കേട്ടിട്ടില്ല എന്ന് സീമസ്. അത് കേൾക്കുമ്പോൾ ഹീറോ പറയും, അങ്ങേര് പഴയകാല എഴുത്തുകാരനാ, ജർമ്മൻസിന് മാത്രമേ അതിനെക്കുറിച്ച് അറിയുള്ളൂ, നിങ്ങൾ പുറംനാട്ടുകാരനായതുകൊണ്ട് അറിയാത്തതാണ്. അപ്പൊ സീമസ് എന്തേലും ആയി തൊലയട്ടെ, രണ്ടും അകത്ത് വരിയെന്ന് പറയും. ഇവർ 2 പേരും കൂടെ അയാളിരിക്കുന്ന കാരവാനകത്തേക്ക് ചെല്ലുന്നു. പുള്ളിക്കാരൻ പണം കാണിച്ചു കൊടുക്കാൻ പറയും. ഹീറോ പണം കാണിച്ചു കൊടുത്തിട്ട് എനിക്കിനി പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയും. കൊക്കൈനോ ഹെറോയിനോ ആണ്. ഇവരൊരു പൊതി കൊണ്ടുപോയി കൊടുക്കുന്നു. എന്നിട്ട് സാമ്പിൾ എടുക്കാൻ വേണ്ടി പുള്ളിക്കാരൻ ഒരു കത്തിയും കൊടുക്കും. ഹീറോ ആ പൊതി കുത്തി കുറച്ച് പൊടിയെടുത്തിട്ട് മൂക്കൊണ്ട് വലിച്ചു നോക്കുക. ഒറിജിനൽ ഐറ്റം തന്നെയാണ്, നല്ല കിറുങ്ങി, നല്ല രസമുണ്ട്, നല്ല കിറുക്കം ഫീൽ ചെയ്യുന്നതുകൊണ്ട് ഒന്നുകൂടെ നോക്കാമെന്നും പറഞ്ഞിട്ട് കുറച്ചുകൂടെ എടുത്തിട്ട് വീണ്ടും മണക്കുന്നു. അപ്പോൾ ആ സീമസ് ചോദിക്കും, നീ ഒറ്റയ്ക്ക് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് മര്യാദകേടല്ലേ, കുറച്ച് നിന്റെ കൂട്ടുകാരനും കൊടുക്ക്, അവനും റൗഡിയല്ലേ, അവനും കൊടുക്കുമെന്ന് പറയും. അപ്പോൾ ഹീറോ, അവൻ വികലാംഗനായ ബോറിസ് ആണ്, ബുദ്ധി വളർച്ചയില്ല, ഇതും കൂടെ അവന് കൊടുത്തു കഴിഞ്ഞാൽ കിറുക്കളങ്ങും, അതിനവൻ ചേർന്നവനല്ല എന്ന് പറയും. അപ്പോൾ വില്ലനാണെങ്കിൽ അങ്ങനെ ചേരാത്തവൻ എങ്ങനെയാ റൗഡി ആവുന്നു, കുറച്ച് മണത്തോക്കാൻ പറയും, ചിലപ്പോൾ അവൻ്റെ ബുദ്ധി ഓക്കെ ആയാലോ, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. ഇയാൾ നിർബന്ധിക്കുമ്പം വേറെ വഴിയില്ലാതെ ഹീറോ കുറച്ച് പൊടിയെടുത്ത് കുട്ടാപ്പിക്ക് മണക്കാൻ കൊടുക്കും. അവനൊന്ന് വലിക്കുകയുള്ളൂ, അവന്റെ അണ്ടകുടാചലം മുഴുവൻ കലങ്ങി തെളിഞ്ഞ് പിരികേറിയിരിക്കുക. അത് കഴിയുമ്പോൾ ഹീറോ കൊണ്ടുവന്നിരിക്കുന്ന സൂട്ട് കേസ് ഈ വില്ലന്റെ കയ്യിലേക്ക് കൈമാറുകയാണ്. അതിനകത്താണ് പണം എന്ന് പറയും. ഇതിനകത്ത് പണമൊന്നുമില്ല. ഇത് തുറക്കാനുള്ള പാസ്കോഡ് ഹീറോ പറഞ്ഞു കൊടുക്കണം. ഏതൊക്കെയോ തെറ്റിയ നമ്പർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയത്തായിരിക്കും ഈ വില്ലന്റെ കൂട്ടാളിയെ ഒറിജിനൽ റഷ്യക്കാരെ വിളിച്ചിട്ട് ഞങ്ങളിതാ 5 മിനിറ്റിൽ അവിടെ എത്തുമെന്ന് പറയുക. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുക വന്നിരിക്കുന്നത് ഫേക്ക് ആയിട്ടുള്ള റഷ്യക്കാരാണെന്ന്. ഉടനെ അടിക്കാരൻ കയ്യിൽ തോക്കെടുക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയ ഹീറോ അവൻ ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ ആ ഒരടിക്കാരനെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തുവാണ്. അത് കഴിയുമ്പോൾ അടുത്തവൻ ഹീറോയെ കയറി പിടിക്കുന്നുണ്ട്. അവനുമായിട്ട് ഹീറോ അടിയുണ്ടാക്കുമ്പോൾ ആ സീമസ് വില്ലനെ നമ്മുടെ കുട്ടാപ്പി തോക്ക് ചൂണ്ടി നിർത്തുന്നുണ്ട്. അപ്പോഴേക്കും ഹീറോ ആ 2ാമത്തെ അടിക്കാരനെയും കൊന്നു കഴിഞ്ഞു. അടിക്കാരൊക്കെ തട്ടിപ്പോയപ്പോൾ സീമസ് പേടിക്കും. നിങ്ങൾ ആ ഡ്രഗ് എടുക്കാൻ വന്നാണെങ്കിൽ എടുത്തിട്ട് പോടാ, എന്നെ ജീവനോടെ വിട്ടേക്കെന്ന് അയാൾ പറയുക. അത് കേൾക്കുമ്പോൾ ഹീറോ, ഞങ്ങൾ ഈ ഡ്രഗ്സിന് വേണ്ടിയിട്ടല്ല വന്നത്, നിന്റെ സഹോദരനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്, അവൻ എവിടെയാണെന്ന് പറയണം. അതിനാ സീമസ് ചോദിക്കും, ഇത് നിങ്ങൾ പേഴ്സണലായിട്ട് ചെയ്യുന്നതാണോ അതോ പ്രൊഫഷണലായിട്ട് ചെയ്യുന്നതാണോ? അപ്പോഴേക്കും കുട്ടൂസിന് പിരി നല്ല കയറി. അവൻ പറയും പ്രൊഫഷണലാടാ, പ്രൊഫഷണൽ, ഒന്ന് തിന്നു ഞാൻ നിന്നെ. അപ്പൊ വില്ലൻ ചോദിക്കുകയാണ്, ഏത് മണ്ടനാണ് ഒരു കുട്ടിയെ കൊലപാതകം ചെയ്യാൻ പറഞ്ഞു വിട്ടിരിക്കുന്നത്, ഇതിപ്പോ ഇവിടെ എന്താടാ നടക്കണേന്ന്. അപ്പൊ കുട്ടാപ്പി പറയും, എന്റെ അച്ഛനാടാ മണ്ടൻ, നിന്റെ സഹോദരൻ ഞങ്ങൾക്കൊരു ഭീഷണിയാണ്, അവനെ കൊന്നാൽ മാത്രമേ എന്റെ അച്ഛന് സമാധാനം ഉണ്ടാവും, അതുകൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അത് കേട്ട് സീമസ് പറയും, എന്റെ സഹോദരൻ ഇപ്പൊ ഒരു പ്രാന്തനാണ്, അവൻ ആരാണെന്ന് പോലും അറിയില്ല, അങ്ങനെ ഇരിക്കുമ്പോൾ അവനെങ്ങനെയാ നിങ്ങൾക്ക് ഭീഷണിയാവുന്നു? അത് കേൾക്കുമ്പോൾ കുട്ടാപ്പി പറയും, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ അയാൾ പോലീസുകാരുടെ അടുത്തേക്ക് പോകുന്നു? പോലീസിനോട് പോയി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്താൽ ഞങ്ങൾ കൊടുക്കും,
അതിന് ഞങ്ങൾ അനുവദിക്കില്ല. ഈ കുട്ടാപ്പിയുടെ ചാട്ടവും പ്രവർത്തനവും കണ്ടിട്ട് ഹീറോയ്ക്ക് മനസ്സിലായി അവന് പിരിമൂത്തിളകിയിരിക്കുകയാണെന്ന്. ആ ഗണ്ണ് തന്നിട്ട് പോയി കുറച്ച് വെള്ളം കുടിക്കാൻ പറയും ഹീറോ. ഇവൻ ആ ക്യാനിലുള്ള വെള്ളം മൊത്തം വലിച്ചു കുടിക്കുക. ഇത് കണ്ട് സീമസ് എന്നെ പേടിക്കുന്നുണ്ട്. ഹീറോ വെള്ളം കൂടി മതിയാക്കിയിട്ട് തിരിച്ചു വരാൻ പറയും. പക്ഷെ അവൻ്റെ കയ്യിൽ തോക്ക് കൊടുത്താൽ കുഴപ്പം എന്തെങ്കിലും പറ്റുമെന്ന് പറഞ്ഞിട്ട് തോക്ക് കൊടുക്കുന്നില്ല. അപ്പൊ ഈ ചെറുക്കനാണെങ്കിൽ വെറി കൊണ്ടിട്ട് കയ്യും കൊണ്ടെന്നെ ഇടിക്കാൻ വേണ്ടി നിൽക്കുക. പിടിച്ച് പരത്തും ഞാൻ തന്നെ. അപ്പൊ സീമസ് പറയും, അലിസ്റ്റർ ഇപ്പൊ പഴയ പോലെയല്ല. അവൻ ചെയ്ത കുറ്റത്തിന് തന്നെ ഇപ്പൊ പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കുക. അവൻ കാരണം ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. അവൻ ഇനി പോലീസുകാരുടെ അടുത്തേക്ക് പോകാതെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾക്കൊരു കുഴപ്പമുണ്ടാക്കില്ല. ഞങ്ങളെ വെറുതെ വിട്ടാൽ മതി. ഇത് കേട്ടിട്ട് ഹീറോ പറയും, നിങ്ങളെ വെറുതെ വിടാം. എന്നാൽ നീ പറയുന്നത് സത്യമാണോ എന്ന് എനിക്കറിയണമല്ലോ. അതുകൊണ്ട് ഞങ്ങളെ അവൻ്റെ അടുത്തേക്ക് വിളിച്ചിട്ട് പോകുന്നു. അപ്പൊ സീമസ് ശരി ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഈ കൊക്കൈൻ എടുത്ത് ഹീറോയുടെ മോന്തയിൽ വെതറിയിട്ട് ഒറ്റ ഓട്ടം. ഹീറോ പുറകെ ചെന്ന് തോക്കുകൊണ്ട് അവനെ വെടിവെക്കുന്നുണ്ട്. പക്ഷെ ഒരു ഉണ്ട പോലും കൊള്ളുന്നില്ല. നമ്മുടെ കുട്ടുപയ്യനോട് ഓടി കാറിനകത്ത് കയറാൻ പറയും ഹീറോ. ഇവൻ ഓടിച്ചെന്ന് സിനിമയിലെ നായകന്മാരെ പോലെ കാറിന്റെ മണ്ടയിൽ ചാടി കയറി ഉരുണ്ട് വീഴുന്നുണ്ട്. വീണ് കഴിഞ്ഞ് കയ്യും പൊക്കി എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കാറിനകത്ത് കയറും. ഇപ്പൊ ഹീറോ ഇനി മേലി ഇത് ആവർത്തിച്ച് പോരുത്, ഒന്നുമില്ലെങ്കിലും നിന്റെ തടിക്കെങ്കിലും ഒരു മര്യാദ കൊടുക്കണം എന്ന് പറയും. അപ്പൊ കുട്ടുപയ്യൻ നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ, അടുത്തുള്ള ആളെ നന്നായിട്ട് ഇടിക്കുന്നുണ്ട്, പക്ഷെ ദൂരെയുള്ള ആൾക്കാരെ നിങ്ങൾക്ക് കണ്ണി കാണുന്നില്ല, അതുകൊണ്ടൊരു കണ്ണട വെക്കണം എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ഹീറോ ദേഷ്യപ്പെടാം. ആര് പറഞ്ഞടാ എനിക്ക് കണ്ണ് കാണില്ലെന്ന്? അതിനു മാത്രം പ്രായമൊന്നും എനിക്കായിട്ടില്ല. എനിക്ക് നല്ലോണം തെളിഞ്ഞ് കണ്ണ് കാണാം. ലൈറ്റ് അടിച്ചതുകൊണ്ട് വെട്ടം കിട്ടിയില്ലെന്നേ ഉള്ളൂ. ഇനി കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഹീറോ മെല്ലെ ഈ സീമസിനെ ഫോളോ ചെയ്ത് പോവാം. സീമസ് നേരെ പോകുന്നത് സഹോദരൻ്റെ അടുത്തായിരിക്കും. അപ്പൊ സഹോദരനാണെങ്കിൽ വളരെ ഗൗരവത്തിൽ ഏതോ ഒരു ബാറിനകത്ത് നിൽപ്പുണ്ട്. സീമസ് ഓടിച്ചെന്ന് സഹോദര നമുക്കിവിടെ നിൽക്കാൻ പാടില്ല, നിന്നെ കൊല്ലാൻ വേണ്ടി രണ്ടുപേരും നോക്കി നടക്കുന്നുണ്ട്, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണമെന്ന് പറയും. അപ്പൊ സഹോദരൻ, സീമസ് ഒരുപാട് നാളായി ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കണമെന്ന് വെച്ചിട്ടുണ്ട്, നീ സത്യം പറയണം, പറയോ എന്ന് ചോദിക്കും. അപ്പൊ സീമസ് പറയും സത്യം പറയാന്ന്. അപ്പൊ അലിസ്റ്റർ ചോദിക്കുകയാണ്, സള്ളിവാന്റെ ആടിനെ പീഡിപ്പിച്ചത് നീയാണോ? സത്യം പറയും. അതിന് സീമസ് പറയും, സത്യമായിട്ട് ഞാനല്ല, അത് നീയായിരുന്നു. അതിനുവേണ്ടി 6 മാസം നീ ജയിലിലും കിടന്നിട്ടുണ്ട്. എന്നിട്ട് അമ്മ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് നീ ബാങ്ക് കൊള്ളയടിച്ച് ജയിലിലായെന്ന്. നീ ആടിനെ പീഡിപ്പിച്ച് പത്രത്തിലുണ്ടായിരുന്നു. പക്ഷെ ഒരാഴ്ചത്തേക്ക് ഈ നാട്ടിൽ ഞാൻ പത്രം വരുത്തിയില്ല. അങ്ങനെ നിന്റെ മാനം രക്ഷപ്പെടുത്തി. ഇപ്പൊ മനസ്സിലായില്ല സത്യം, നമുക്കിവിടുന്ന് പോയാലോ? അത് കേൾക്കുമ്പോൾ ചേട്ടൻ പറയും, പോകാനായിട്ടില്ല, ഞാൻ വാങ്ങിയൊരു സാധനം തിരിച്ചു കൊടുക്കാൻ വന്നാണെന്ന്. എന്റെ പണം കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. അപ്പൊ സീമസ് ചോദിക്കുകയാണ് എന്താണ് സാധനം എന്ന്. അലിസ്റ്റർ കാണിച്ചു കൊടുക്കും. ഒരു കിങ് സൈസുള്ള കോണ്ടോ ആണത്, ഇതെനിക്ക് ചേരുന്നില്ല, അളവ് മാറിപ്പോയി, അതുകൊണ്ട് തിരിച്ചു കൊടുക്കണം എന്ന് പറയാം അലിസ്റ്റർ. എന്നാൽ ഇതാണെങ്കിൽ ഒരു ബാറാണ്, ഈ ബാറിൽ എന്തിനാ തിരിച്ചു കൊടുക്കണമെന്ന് അറിയാൻ പാടില്ല. എന്തായാലും അലിസ്റ്റർ ആ ബാറുകാരൻ്റെ അടുത്ത് ഈ കോണ്ടം തിരിച്ചു കൊടുത്തിട്ട്, നീ എനിക്ക് തന്ന ബോക്സ് തെറ്റിപ്പോയി, മിണ്ടാതെ തിരിച്ചെടുത്തിട്ട് ഞാൻ തന്ന പണം തിരികെ തരാൻ പറയും. അപ്പൊ ആ ബാറുകാരൻ, സാർ നിങ്ങൾക്ക് തെറ്റ് പറ്റിയതാണ്, ഇതൊരു ബാറാണ്, ഈ സാധനം കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുക. ഉടനെ അലിസ്റ്റർക്ക് ദേഷ്യം വരും. നീ മാറ്റി തന്നിട്ട് എന്നെ കുറ്റം പറയുന്നോടാ, എന്റെ സ്വഭാവം നിനക്കറിയില്ല, പണം വാങ്ങിക്കാതെ ഞാൻ തിരിച്ചു പോകില്ല. എന്തായാലും ചേട്ടൻ അവിടെ നിന്ന് പണം വാങ്ങിക്കാതെ തിരിച്ചു പോകില്ല എന്നറിയുമ്പോൾ അനിയൻ തോക്കെടുത്ത് ആ ബാറുകാരനെ ഭീഷണിപ്പെടുത്തും. ആ കോണ്ടം തിരിച്ചെടുത്ത് ഇയാൾക്ക് അതിന്റെ പണം കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയും. പാവം ബാറുകാരനൊന്നും മനസ്സിലായില്ല, ഇത് ഏതാ 2 പ്രാന്തന്മാര്. എന്തായാലും അയാൾ പണം കൊടുത്ത് പറഞ്ഞു വിടും. സീമസ് ചേട്ടനെയും വിളിച്ചുകൊണ്ട് വന്ന് കാറിനകത്ത് കയറുന്നു. അപ്പോഴായിരിക്കും ഹീറോ, പുറകിലിരുന്ന ഹീറോ സീമസിന്റെ തലയ്ക്ക് തോക്ക് വെക്കുന്നു.